ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക്, വചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഭൗമികമായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടുത്തെ നല്ല ജീവിതം, നല്ല സൗഭാഗ്യങ്ങൾ, നല്ല പണം, ഇഷ്ടംപോലെ പണം, നല്ല വീട്, സ്വസ്ഥത ഒക്കെ, ഇത് മാത്രം. കുറവുണ്ടായാൽ അതിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് നമ്മളിരിക്കും, ഭൗമികമായ മാത്രം ചിന്തിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഭയങ്കര തയ്യാറെടുപ്പുകളാണ്. വിദേശത്ത് പോയി രക്ഷപ്പെടണം, നല്ല ജോലി മേടിക്കണം, സമ്പത്തുണ്ടാക്കണം, അല്ലേ? തീവ്രമായ ഒരു ആഗ്രഹം വിദേശത്തേക്ക് പോകുമ്പോഴുണ്ട്. അവിടെ കുറേ നാൾ താമസിച്ച് പൗരത്വം നേടുവാൻ, ആ നാട്ടിൽ പൗരത്വം നേടിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം സെറ്റിലാവും. യഥാർത്ഥത്തിൽ ജീവിതം സെറ്റിലാവുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും പൗരത്വം ഈ ഭൂമിയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വചനത്തിലൂടെ ഈശോ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ് പൗരത്വം. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഭൂമിയെപ്പറ്റിയും ഇവിടുത്തെ ജീവിതത്തെപ്പറ്റിയും മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും പോകുവാനും വേണ്ടി ഉള്ള ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഈശോയെ, കർത്താവെ, സ്വർഗത്തിൽ എനിക്ക് പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങ് എനിക്ക് കൃപകൾ തരണമേ, അതിനുള്ള യോഗ്യതകൾ കർത്താവെ എനിക്ക് നൽകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുക. ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്നുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിൽ എനിക്ക് പൗരത്വം നൽകണം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം സ്നേഹിക്കേണ്ട വചനം ഇത് തന്നെയാണ്.
ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാത്തിരിപ്പുകളുണ്ടല്ലോ. നമ്മളെ സ്നേഹിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. പണം കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. രോഗസൗഖ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ. മക്കളുടെ ഭാവി ജീവിതങ്ങൾ അത് സംതൃപ്തിയോടെ അവർ ജീവിക്കുന്നത് കാണുവാൻ നാം കാത്തിരിക്കുന്നുണ്ട്. കൊച്ചുമക്കൾക്ക് സൗഭാഗ്യം നിറഞ്ഞ ഭാവി ജീവിതം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നാം കാത്തിരിക്കുന്നുണ്ട്. എങ്കിൽ നാം ഇതുവരെ യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എത്ര മിനിറ്റ് നേരം കാത്തിരുന്നിട്ടുണ്ട്? എത്ര മിനിറ്റ് നേരം നമ്മൾ വളരെയധികം ആഗ്രഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്? ആ കാത്തിരിപ്പിൻ്റെ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്കൊരു ബോധ്യമുണ്ടാവണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എനിക്ക് പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാവും. എൻ്റെ പൗരത്വം ഈ ഭൂമിയിലാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ കാത്തിരിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു കാത്തിരിപ്പ് തുടങ്ങാം. ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ജീവിതം. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, കൃപ തരണമേ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേകാം. ഇന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം. ഇന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന, 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 മർത്യനായി ഭൂവിൽ അവതരിച്ചവനേ, ഇന്നേരവും സ്തുതി ആരാധന. പുൽമെത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, ഇന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയേ, ഇന്നേരവും സ്തുതി ആരാധന. കന്യകാമേരി തൻ പ്രിയസുതനേശുവേ, ഇന്നേരവും സ്തുതി ആരാധന. ആരാധന, 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 ദൈവഹിതമലിവാൽ വ്യാഖ്യാനിച്ച